ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്ക് മാത്സിൻ്റെയും നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്ക് എല്ലാവരും പഠിച്ചോ? അപ്പോൾ നമുക്കിന്ന് അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണോ? എല്ലാവരും എല്ലാം സാധനങ്ങളെടുത്ത് സെറ്റായിട്ടിരിക്കുകയാണോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടല്ലേ. ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, അതായത് വേറൊന്നും നോക്കണ്ട, ടോട്ടൽ ലെങ്ത്ത് ഫൈൻഡ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ത് ചെയ്താൽ മതി? ആ 3 സൈഡ്സിൻ്റെയും ലെങ്ത്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ട്രയാങ്കിൾ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ആ പുറത്തുള്ള സൈഡ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കേ, നമുക്ക് ആഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്യണ്ടേ? 5 മീറ്റേഴ്സ്, 4.4 മീറ്റേഴ്സ്, 3.26 മീറ്റേഴ്സ്. അപ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം നമുക്ക് നോക്കാമേ. അപ്പോൾ ഇവിടെ 5, ഇനി അടുത്തത് എന്താ? 4.4. അപ്പോൾ 5ൻ്റെ അടിയിൽ വേണം നമ്മൾ 4 എഴുതാൻ. പോയിൻ്റ് ഇടുക, 4 ഇടുക. അടുത്തത് 3.26 എന്ന് പറയുമ്പോൾ 3 ഇവിടെ എഴുതുക, പോയിൻ്റ് ഇവിടെ എഴുതുക, 4ൻ്റെ താഴെ 2, ഇവിടെ 6. മനസ്സിലായോ? എഴുതുന്ന രീതി മനസ്സിലായോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6 അങ്ങനെ തന്നെ എഴുതി. 4 + 2 ദാറ്റ് മീൻസ് 6, പോയിൻ്റ് ഇട്ട് കൊടുത്തു. 5 + 4 എത്രയാണ്? 9. 9 + 3 എത്രയാണ്? 9 + 3 എന്ന് പറയുന്നത് 12. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? 12.66 മീറ്റേഴ്സാണ് എന്ത്? ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ആ ഡെസിമൽ നമ്പർ ആഡ് ചെയ്യുന്നതിലാണ് നമ്മുടെ സ്കില്ലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ പഠിക്കേണ്ട സാധനം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ, എന്നിട്ട് നിങ്ങൾ ആൻസറായിട്ട് കമ്പയർ ചെയ്യുക. അപ്പം പെട്ടെന്നൊന്ന് ചെയ്തേ, എല്ലാവരും ചെയ്യണം. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഈ പറയുന്ന ട്രയാങ്കിളിൻ്റെയും പെരിമീറ്ററാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് ഫൈൻഡ് ചെയ്തേ, എല്ലാവരും ഫൈൻഡ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വേണം നിങ്ങളിത് ഫൈൻഡ് ചെയ്യാനായിട്ട്, എന്നിട്ട് ആൻസറായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ 3 സൈഡ്സും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് 4.25, നെക്സ്റ്റും 4.25, അടുത്തതും 4.25. ഓക്കെ, 5 + 5 + 5 15. ഇവിടെ 1, 2 + 2 4 + 2 6, 6 + 1 7, പോയിൻ്റ് അങ്ങനെ തന്നെ ഇടുക. 4 + 4 8, 8 + 4 12. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയേക്കുന്നത്? 12.75 മീറ്റേഴ്സ്. ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ നമുക്ക് മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ, ഓക്കെ, മീറ്ററിലുള്ള ആൻസറിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? × 100 ചെയ്താൽ മതി. അപ്പോൾ ഈ 12.75 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 12.75 × എന്ത് ചെയ്യുക? 100 ചെയ്യുക. അതായത് 100ന് എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് 2 പ്ലേസസ് മാറി വരും. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് 1 പ്ലേസ്, 2 പ്ലേസ്. അപ്പോൾ എന്ത് വരും? 1 2 7 5. ഓക്കെ ആണോ? ഇനിയിപ്പോൾ സപ്പോസ് ഈ 12.75 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇതിപ്പോൾ സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ നമുക്കിതിനെ മീറ്ററിലേക്ക് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യണം. 12.75 ഡിവൈഡ് ബൈ 1000 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ബൈ 100 ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 100ൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പ്ലേസ് മാറ്റണം. എങ്ങടേക്ക് മാറ്റണം? മുന്നോട്ട് മാറ്റണം. 1 പ്ലേസ് 2 പ്ലേസ്. അപ്പോൾ എന്ത് വരും? 0.1
1275 ആയിരിക്കും എന്ത് ആൻസർ വരിക. മനസ്സിലായോ? അപ്പം നിങ്ങൾ ആകെ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ തന്നെയാണ് എങ്ങനെ ഡെസിമൽ നമ്പർ ആഡ് ചെയ്യുക എന്നുള്ള കാര്യം പഠിക്കുക, പിന്നെ എങ്ങനെ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാനുള്ള കാര്യം പഠിക്കുക. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാനാണെങ്കിൽ ഇൻറ്റു 100, എന്നാൽ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. ഓക്കെ ആണോ എല്ലാവരും? അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാവേ. A bottle can hold 1.25 liters of water. How many liters of water are needed to fill 4 such bottles? അപ്പോൾ എന്താണ് ഇവിടെ 1.25 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാൻ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 4 ബോട്ടിൽസ് ഫില്ല് ചെയ്യാൻ എന്തോരു ലിറ്റർ വെള്ളം വേണം? 4 ടൈംസ് ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാനുള്ള ലിറ്റർ. ദാറ്റ് മീൻസ് 4 ഇൻറ്റു 1.25. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നോർമലി മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചേക്കുന്നതാണ്, പക്ഷേ ഡെസിമൽ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ? 4 അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു ഈ 1.25 നമ്മൾ പോയിൻ്റ് വെച്ച് പഠിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ആ പോയിൻ്റ് മാറ്റുക. പോയിൻ്റ് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ ഈ 1.25നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ 125/100 എന്ന് എഴുതാലോ. 125/100 ആലോ 1.25 എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ 1.25ന് പകരം 125 ഡിവൈഡ് ബൈ 100. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 125 ഇൻറ്റു 4 ചെയ്യാം. 125 ഇൻറ്റു 4 ചെയ്യുക. 4 ഇൻറ്റു 5 20, 4 ഇൻറ്റു 2 8, 8 പ്ലസ് 2 10, 4 ഇൻറ്റു 1 4, 4 പ്ലസ് 1 5. ആൻസർ എത്ര കിട്ടി? 500. 500 ഡിവൈഡഡ് ബൈ ഈ 100, ഡിവൈഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 5 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് റിക്വയർഡ് ടു ഫിൽ 4 സച്ച് ബോട്ടിൽസ്. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിക്കേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സോടുകൂടി നമ്മളിത് പഠിച്ചിട്ട് വേണം ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ഓക്കെ. നമുക്ക് എന്തായാലും വരുന്ന എക്സാം എന്ത് വാങ്ങണം? ഫുൾ മാർക്ക് വാങ്ങണം. നമുക്ക് പറ്റും. നമ്മൾ പഠിച്ച് എന്തായാലും പറ്റും. അപ്പോൾ ഓരോ ദിവസം കുറച്ച് ടോപ്പിക്സ് ഇടുന്ന ആ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ ഓരോ ദിവസം പഠിച്ചിട്ട് വേണം വരാനായിട്ട്. ഓക്കെ ആണോ? എല്ലാവരും റെഡിയല്ലേ? ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു 4 ക്വസ്റ്റ്യൻസ്, 4 സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? എല്ലാവർക്കും ബോറടിച്ചോ? നമുക്ക് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 73 എക്സസൈസിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ. The figure below shows a regular pentagon. എന്താണ് ഈ റെഗുലറിൻ്റെ മീനിങ്? അതായത് എന്താണെന്നോ? ഈ പെൻറ്റഗൺ, ദാറ്റ് മീൻസ് 5 സൈഡുള്ള ഈ പോളിഗണിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആകുമ്പോൾ പറയുന്ന പേരാണ് എന്ത്? റെഗുലർ. ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? എല്ലാ സൈഡ്സും എന്താവുമ്പോൾ? ഈക്വൽ ആവുമ്പോൾ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പെൻറ്റഗണിൻ്റെ പെരിമീറ്ററാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം പെരിമീറ്റർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? എല്ലാ സൈഡ്സിൻ്റെയും ലെങ്ത്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ. അതായത് എന്താണ്? 2.35. എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? എത്ര പ്രാവശ്യം? 2.35, 2.35, 2.35, 2.35, 2.35. 5 ടൈംസ് നമ്മൾ ആഡ് ചെയ്യാം. 2.35, 2.35, 2.35, 2.35. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2.35 ഇൻറ്റു 5 ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വന്നെ? 5 + 5 10, 10 + 5 15, 15 + 5 20, 20 + 5 25. ഇനി 3 + 3 6, 6 + 3 9, 9 + 3 12, 12 + 3 15, 15 + 2 എത്രയാണ്? 17. ഓക്കെ. അപ്പോൾ ഇവിടെ 1 ഇടുക,
ഓക്കെ, ഇവിടെ പോയിൻ്റ് ഇടുക. ഇനി 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 10 + 1 11. അപ്പോൾ 11.75 മീറ്റർ ആണ് എന്ത് ഈ പെൻറ്റഗണിൻ്റെ പെരിമീറ്റർ. ഇനിയിപ്പോൾ ഇൻറ്റു ചെയ്യാനാണേലോ 2.35 ഇൻറ്റു എന്ത് ചെയ്യണം, ഇൻറ്റു 5 ചെയ്യണം. ഓക്കെ, ഇൻറ്റു 5 ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, 235 ബൈ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 2 ഡിജിറ്റ്സ്. അപ്പോൾ ബൈ 100 ഇൻറ്റു 5 ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് മീൻസ് 235 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 11,1175 ഡിവൈഡ് ബൈ 100. ഓക്കെ, ദാറ്റ് മീൻസ് 11.75. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്, എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, എ കിഡ് നീഡ്സ് 1.45 മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഫോർ എ ഷർട്ട്. ഒരു ഷർട്ട് തയ്ക്കാനായിട്ട് 1.45 മീറ്റേഴ്സ് ക്ലോത്താണ് വേണ്ടത്. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ 4 ഷർട്ട്സ്. ഒരു ഷർട്ട് തയ്ക്കാൻ എത്ര മീറ്റേഴ്സാണ് വേണ്ടത്, 1.45. അങ്ങനെയാണെങ്കിൽ 4 ഷർട്ട് തയ്ക്കാനായിട്ട് എത്ര മീറ്റേഴ്സാണ് വേണ്ടത്? നമ്മൾ എന്ത് ചെയ്താൽ മതി, 4 ഇൻറ്റു 1.25 ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 4 ഇൻറ്റു 125 ഡിവൈഡ് ബൈ 100. കാരണം എന്നാണ്, പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ 1.25 എങ്ങനെ എഴുതാം, 125/100. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 125 ഇൻറ്റു 4 ചെയ്യാം. 4 ഇൻറ്റു 5 20, 4 ഇൻറ്റു 2 8, 8 + 2 10, 4 ഇൻറ്റു 1 4 + 1 5, 500. സോ 500 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 5 മീറ്റേഴ്സാണ് ആൻസറായിട്ട് വരിക. ഓക്കെ, 5 മീറ്റർ തുണി മതി എന്ത് 4 ഷർട്ട് തയ്ക്കാനായിട്ട്. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും പഠിച്ചുല്ലോ. നമ്മൾ എന്തായാലും പഠിക്കണം, എന്തായാലും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം, എല്ലാവർക്കും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്താൽ നമുക്കതൊന്നും കൂടി പ്രാക്ടീസ് ആവത്തില്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാഗ് ഹോൾഡ്സ് 4.75 kilograms of rice. How much rice can 8 such bags hold? ഒരു ബാഗ് 4.75 കിലോഗ്രാം ഹോൾഡ് ചെയ്യുമെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8 ബാഗ്സിൽ എന്തോരും കൊള്ളൂന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 8 ഇൻറ്റു 4.75. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 8 ഇൻറ്റു 475 ബൈ 100 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 475 ഇൻറ്റു 8 ചെയ്യണേ. 8 ഇൻറ്റു 5 40, 8 ഇൻറ്റു 7 എത്രയാണ്, 56. സോ ഓക്കെ, 8 ഇൻറ്റു 7 56 + 4 ദാറ്റ് മീൻസ് 60. ഓക്കെ, 4 ഇൻറ്റു 8 32, 32 + 6 3800 ഡിവൈഡ് ബൈ 100. സോ ദിസ് സീറോയും ഈ സീറോയും ക്യാൻസൽ ആവാം, ഈ സീറോയും ക്യാൻസൽ ആവാം. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 38 കിലോഗ്രാം ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ വെസൽ full of oil was used to fill in 6 bottles. ഒരു വെസലിൽ ഉള്ള ഓയിൽ 6 ബോട്ടിൽസിലായിട്ട് ഫില്ല് ചെയ്തു. ഈച്ച് ബോട്ടിൽ ഹോൾ 0.75 ലിറ്റർ. ഒരു ബോട്ടിലിൽ 0.75 ലിറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഓയിൽ വാസ് ദർ ഇൻ ദ വെസൽ? ആ വെസലിൽ എന്തോരം ഓയിലുണ്ട് എന്നറിയാനായിട്ട് ആ വെസലിലുള്ള എല്ലാ ഓയിലും 6 ബോട്ടിൽസിലേക്കാക്കി. ഒരു ബോട്ടിലിൽ 0.75 ആണെങ്കിൽ 6 ബോട്ടിലുള്ള ഓയിലല്ലേ ആ വെസലിലുണ്ടാകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 6 ഇൻറ്റു
0.75 ചെയ്താൽ മതി. അതായത് 6 ഇൻറ്റു 0.75 നമുക്ക് എങ്ങനെ എഴുതാം? 0.75 ഡിവൈഡ് ബൈ 100. ഓക്കെ, ആ 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 6 ഇൻറ്റു 75 നോക്കുക. 75 ഇൻറ്റു 6 നോക്കുക. 6 ഇൻറ്റു 5 ദാറ്റ് മീൻസ് 30. ഓക്കെ, ദെൻ 6 ഇൻറ്റു 7. 6 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാണ്? 42. 42 പ്ലസ് 3 എന്ന് പറയുന്നത് 45. ഓക്കെ, സോ 450 ബൈ 100. ഓക്കെ, ദാറ്റ് മീൻസ് ഈ 0യും ഈ 0യും ക്യാൻസലാക്കി 45 ബൈ 10. ഇവിടെ എത്ര പൂജ്യമുണ്ട്? ഒരു പൂജ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലേസ് മാറ്റി എന്തിടുക? കുത്തിടുക. അതായത് 4.5 ആണ്. 4.5 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു ആ വെസലിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഡെസിമൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ പഠിച്ചു, ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. അത് വെച്ചുകൊണ്ടാണ് ഈ 4 പ്രോബ്ലംസും നിൽക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നിങ്ങൾ തന്നെ ചെയ്തു നോക്കണം. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിൽ കയറാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? എന്നാലാണ് നമുക്ക് അടുത്ത ടോപ്പിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുമോ? മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ആണ്, സെറ്റാണെന്ന് എല്ലാവരും പറയുമോ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതിനു മുന്നും ഒരു ക്ലാസ് ഇട്ട് ഇത് സെക്കൻഡ് ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നാളെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. എന്തായാലും എക്സാമിന് മുന്നും എന്തായാലും പോർഷൻ തീർത്ത് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതനുസരിച്ച് വീഡിയോ ഇടുന്നതനുസരിച്ച് നിങ്ങൾ നോക്കി പോയാൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.